അപ്പോൾ ടോട്ടൽ 8 വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഏതൊക്കെ വണ്ടികളാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന സ്റ്റോക്കുകൾ, അതായത് കണ്ണൂർ നമ്മളെ വീട്ടിലുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്നത് ആഗ്ര, ഗോളിയാർ, ഝാൻസി, സാഗർ, നാഗ്പൂർ, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, തന്നെ മൈസൂർ, കണ്ണൂർ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാ ലൊക്കേഷനിലേക്കും, അതായത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ, കേരളത്തിലെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ അതുപോലെ തന്നെ എറണാകുളം, കൊച്ചി ലൊക്കേഷനിലേക്കാണ്. ആരെങ്കിലും ഇന്നോവ ക്രിസ്റ്റകളോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മളെല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ. ആറും പിന്നെ 2 വണ്ടി വേറെയാണുള്ളത്. ടോട്ടൽ 8 വണ്ടികളാണുള്ളത്. 8 വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. 8 വണ്ടിക്കും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് ഓണർ വണ്ടികളാണ് നമ്മളെ എല്ലാ വണ്ടികളും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് നമ്മൾ ടൈം കൊണ്ടുവയ്ക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനുള്ള ഇന്നോവയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ട് വാഹനമായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മൈലേജും അതേപോലെ എങ്ങനെയുണ്ട് ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ഉള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ പ്രാവശ്യം നമ്മൾ ഓട്ടോമാറ്റിക് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ കണ്ണൂർ സ്റ്റോക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ണൂർ എന്ന് വെച്ചാൽ നമ്മളെ ചെറുപുഴ ലൊക്കേഷനിൽ നമുക്കൊരു 8 ഇന്നോവ ക്രിസ്റ്റകൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് 25-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് വന്ന് കണ്ട്, അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കണ്ട് ഡൽഹി പ്രൈസിന് കരസ്ഥമാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഡൽഹിയിലെ സെയിം റേറ്റിനാണ് വണ്ടി കൊടുക്കുന്നത്. അത് നിങ്ങൾ നമ്മളെ പഴയ വീഡിയോകൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓരോരോ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സെയിം റേറ്റിൽ തന്നെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കണ്ണൂർ എത്തിച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തു, നമുക്ക് ആ വാഹനം ഒന്ന് നേരിട്ട് കാണണം, എന്നാലേ നമുക്ക് മേടിക്കാൻ താല്പര്യമുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ ഒരു ഫെസിലിറ്റി, അതായത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, വണ്ടി ഓടിക്കുന്നത് ഏതാണോ റൂട്ട് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ ഇപ്പൊ ഒരു 9 മണി, അതായത് രാവിലെ ഇറങ്ങാൻ വേണ്ടി നിന്നാണ്. രാവിലെ 9 മണി ആയപ്പോഴാണ് ഇപ്പൊ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ആഗ്രയ്ക്കാണ് ത്രൂ പോകുന്നത്. ആഗ്ര, ഗോളിയാർ, ഝാൻസി, സാഗർ, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ നമ്മളെ കണ്ണൂർ ലൊക്കേഷൻ. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി നിങ്ങൾക്ക് ഫുൾ വീഡിയോ, അതായത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണോ, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആക്കി എത്ര രൂപയ്ക്ക് ഫാസ്റ്റ് ടാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചു, എല്ലാത്തിനും ബില്ല് കാര്യങ്ങളൊക്കെ സഹിതം നിങ്ങളെ കാണിച്ചു തരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് ഡൽഹി ടു കേരള. എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ 2 പേര് അല്ലെങ്കിൽ 3 പേരായിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകാറുള്ളത് എല്ലാ പ്രാവശ്യവും. ഇപ്രാവശ്യം നമ്മളിവിടെ വണ്ടിയിൽ 6 പേരുണ്ട്. നമ്മൾ 6 പേരാണ് ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത്. നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വരുന്നതിൻ്റെ മുമ്പ്, അതായത് കേരളത്തിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം തന്നെ നമ്മളൊരു 6 വണ്ടി കണ്ടെയ്നർ ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലെത്തുന്ന ടൈമിൽ തന്നെ കണ്ടെയ്നറും നാട്ടിലെത്തും. അപ്പം നാട്ടിൽ നിന്ന് നമ്മളെ ലൊക്കേഷനിലേക്ക് വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടി ആണ് എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. നമ്മളെ കയ്യിലുള്ള വാഹനം ഒരു 2019 Z ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പം നമ്മൾ സ്റ്റോക്കിലുള്ള വാഹനം തന്നെയാണ്. ടോട്ടൽ 8 വാഹനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം സെയിലിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതായത് അവസാനം വണ്ടി കണ്ടെയ്നറിൽ നിന്ന് ഇറക്കുന്നതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിനു മുമ്പ് തന്നെ നമ്മൾ ലോഡാകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ പിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്ന പോലത്തെ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്നത് ആഗ്ര, ഗോളിയാർ, ഝാൻസി, സാഗർ, നാഗ്പൂർ, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, തന്നെ മൈസൂർ, കണ്ണൂർ. ആ ഒരു റൂട്ടിലാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്നത്. അതായത് നമുക്ക് വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ആ സെയിം റൂട്ടിൽ തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 6 പേരും എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഇപ്രാവശ്യം ഫുൾ ടൈം ഡ്രൈവാണ്. അതായത് നമ്മൾ 6 പേരുണ്ട്, എല്ലാവരും മാറി മാറി വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അതൊന്നും കുഴപ്പ കാര്യങ്ങളൊന്നും ഇല്ല.
നമ്മൾ വേറെ റെസ്റ്റോ റൂമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഫുൾ ടൈം ഡ്രൈവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ സാഗർ നാഗ്പൂർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ ഹൈദരാബാദിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദ് റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ 6 പേരുള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് നമുക്ക് ആർക്കും ഒരു മടുപ്പില്ല. കാരണം എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ബൈ റോഡ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഹൈദരാബാദാണ് ഇത് ചൂസ് ചെയ്തത്. നല്ലൊരു ഹോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഹൈദരാബാദ് റൂട്ടിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് പാം അറേബ്യൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര് വരുന്നത്. പാം അറേബ്യൻ, അതായത് അത്യാവശ്യം നല്ല എന്താ പറയുക, നമ്മളെ മന്തി കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു നല്ലൊരു ഹോട്ടൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പേര് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതായത് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഡേ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ പയ്യന്നൂർ ലൊക്കേഷനിലേക്ക് വന്നു. പയ്യന്നൂർ അതായത് കണ്ണൂരാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അവിടെയാണ് നമ്മൾ ട്രക്ക് അൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കയറ്റി വിട്ട 6 വാഹനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ മുമ്പ് തന്നെയാണ് വണ്ടി കയറ്റിയതിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ 6 വാഹനങ്ങൾ നമ്മൾ മുമ്പ് തന്നെയാണ് ഇറക്കുന്നത്. നമ്മളെ മുമ്പ് തന്നെയാണ് വണ്ടികൾ കയറിയത്, നമ്മളെ മുമ്പ് തന്നെ വണ്ടികൾ ഇറക്കും. ഓക്കെ, അപ്പം നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാ ലൊക്കേഷനിലേക്കും, അതായത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ, പിന്നെ കേരളത്തിൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ അതുപോലെ തന്നെ എറണാകുളം, കൊച്ചി ലൊക്കേഷനിലേക്കാണ് നമുക്ക് കേരളത്തിൽ ട്രാൻസ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 4 ഓട്ടോമാറ്റിക് വാഹനങ്ങളും 4 മാനുവൽ വാഹനങ്ങളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. നമ്മൾ പ്രോപ്പർ ഡൽഹി തന്നെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമർക്ക് വണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നാട്ടിൽ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല. നമ്മളെല്ലായ്പ്പോഴും ഡയറക്റ്റ് അവിടുന്ന് വണ്ടി കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം കസ്റ്റമർ ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് ഡെലിവറി എടുത്തിട്ട് കണ്ടെയ്നർ ത്രൂ തന്നെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കലാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ആസ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നാട്ടിൽ കുറച്ച് വണ്ടി കൊണ്ടുവന്നാൽ നമുക്കത് ഇവിടുന്ന് കണ്ടിട്ട് ഇവിടുന്ന് ഡീലാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തത്. അതായത് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഒരു 8 വാഹനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം ട്രയലായിട്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മളിത് ഇപ്പം ഒരുപാട് എൻക്വയറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി തൊട്ട് ഇങ്ങനെയാണ്, അതായത് നാട്ടിലേക്ക് കൊണ്ടുവന്ന് സെയിലിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അറേഞ്ച് ചെയ്യുന്നതാണ്. അതായത് നാട്ടിൽ കാണാനുള്ള ഒരു ചാൻസസ് കൂടി കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ ഇപ്പം ഈ കണ്ടെയ്നറിൽ വന്നത് 6 ഇന്നോവ ക്രിസ്റ്റകളാണ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓടിച്ചിട്ട് വന്നു, പിന്നെ ഒരു വണ്ടി നമുക്ക് കണ്ടെയ്നറിൽ 6 കയറുള്ളൂ. അപ്പോൾ ഒരു വണ്ടി നമ്മൾ ബാംഗ്ലൂർക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. അത് നമ്മൾ ഇത് ഇറങ്ങിയതിന് ശേഷം ഒരു 2 ഡേയ്സിന് ശേഷം മാത്രമേ അത് ബാംഗ്ലൂർ എത്തുള്ളൂ. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെ വീട്ടിൽ തന്നെ ആ വണ്ടിയും കൂടി എത്തും. അപ്പോൾ ടോട്ടൽ 8 വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഏതൊക്കെ വണ്ടികളാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് കണ്ണൂർ നമ്മളെ വീട്ടിലുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ബാക്കി റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വണ്ടി കണ്ടിട്ട് ഡീലാക്കാവുന്നതാണ്. അപ്പോൾ റെഡിയിലൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ ഡീൽ ചെയ്യാം. അതിലൊന്നും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ദെൻ സൈഡിലുള്ള 3 വാഹനങ്ങൾ ഓൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഹൈഡ്രോളിക്കിൽ നമ്മളിത് താണിട്ടുണ്ട്. ദെൻ മുകളിലുള്ള അപ്പർ സൈഡിലുള്ള 3 വാഹനങ്ങളൂടെ ഇപ്പോൾ ഇറക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ലോഡ് കയറുന്നതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ആ വീഡിയോയും കൂടി വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മൾ സ്ക്രീനിൽ 2 നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിക്കുക. നിങ്ങൾക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങൾ അതിലൂടെ തരുന്നതായിരിക്കും കസ്റ്റമർക്ക്. പിന്നെ എന്തെങ്കിലും വിളിച്ചിട്ട് ഇനി ഫോണ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ പേഴ്സണലി എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിന് റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും. ചില ടൈമിൽ ഫോണിൽ കോള് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് മിസ്സായി പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ വാട്സപ്പ് ത്രൂ ടെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ ലാസ്റ്റ് വണ്ടിയും കൂടി കണ്ടെയ്നറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്.
ഓക്കെ. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഈ വണ്ടികൾ ഓടിച്ച് നമ്മളെ വീട്ടിൽ പാർക്കിങ്ങിൽ, അതായത് വീട്ടിൽ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത്, വീട്ടിൽ നിന്ന് തന്നെയാണ് സെയിൽ. അപ്പോൾ നമ്മളെ വീട്ടിലെ ലൊക്കേഷനിലേക്ക്, അതായത് കണ്ണൂർ ചെറുപുഴ ലൊക്കേഷനിലേക്ക് വണ്ടികൾ കൊണ്ടുപോവാണ്. ഓക്കെ. അപ്പോൾ എല്ലാം സെറ്റാണ്, ഇതുവരെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഇന്നോവ ക്രിസ്റ്റകളോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മളെല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ. ആറും പിന്നെ 2 വണ്ടി വേറെയാണുള്ളത്. ടോട്ടൽ 8 വണ്ടികളാണുള്ളത്. 8 വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. 8 വണ്ടിക്കും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് ഓണർ വണ്ടികളാണ് നമ്മളെ എല്ലാ വണ്ടികളും. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കി ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടി കണ്ടിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലത്തുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വണ്ടികൾ വരുമ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതാണ്.